അവനിവിടെ കാണുമോ? കാണുമായിരിക്കും. നീ വിളി. ഞാൻ വിളിക്കില്ല. അതെന്താ നിനക്ക് വിളിച്ചത്? കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചിട്ടേ അവന്റെ അമ്മ എന്റെ മുഖത്ത് തിളച്ചവെള്ളം കോരി ഒഴിച്ചതാ. നീ വിളിക്ക്. അപ്പൊ എന്റെ മുഖത്ത് തിളച്ചവെള്ളം ഒഴിച്ചോട്ടെന്നാണോ? അങ്ങനെയെങ്കിലും നീ ഒന്ന് വെളുക്കട്ടടാ. എടാ സുഖു, നീ ആളാകെ മാറിപ്പോയല്ലോ. നോ 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 നോ, സുഖുവല്ല, പിന്നെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള റസാഖ് സുഖു. എന്റെ പൊന്നെ, ഇവിടെ നാട്ടില് തെങ്ങ കയറി തേങ്ങ ഇട്ട് കിടന്നപ്പോ നിന്റെ പേര് സുഖു. അത് കേരളത്തിൽ. ഇപ്പൊ ഞാൻ ദുബായിലല്ലേ, അവിടെ ഷെയ്ഖ് വേണം. എടാ സുഖു, നിനക്ക് ദുബായിൽ എന്താ ജോലി? എന്താ ജോലി? എനിക്ക് എണ്ണപ്പാടത്തല്ലേ ജോലി. കേട്ടില്ല? പുഞ്ചപ്പാടം, നെൽപ്പാടം എന്ന് ഇവിടെ പറഞ്ഞ പോലെ അതുപോലുള്ള പാടമാണ് എണ്ണപ്പാടം. ഇവിടെ നെല്ലും ഇതൊക്കെയാണ് കൃഷി ചെയ്യണമെങ്കിൽ അവിടെ മൊത്തം എണ്ണയാണ് പാടത്ത്. അതല്ലേ? അവിടെ നിനക്ക് എന്താ പരിപാടി? അവിടെ രാവിലെ തോർത്തു കൊടുത്തിട്ടങ്ങ് ഇറങ്ങും. ആര്? നീയാ? ഞാനില്ല, പണിക്കാരി. ഞാൻ സൂപ്പർവൈസർ ആണല്ലോ. എന്നിട്ട് ഈ എണ്ണപ്പാടത്തുനിന്നും ഈ പാടത്തുനിന്ന് അപ്പുറത്തെ പാടത്തേക്ക് ചക്രം വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി എണ്ണ അങ്ങോട്ട് ഒഴുക്കും. ഓ, നമ്മുടെ പാടത്തൊക്കെ വെള്ളം അടിച്ച് കയറ്റുമല്ലേ അപ്പുറത്തെ പാടത്തേക്ക് ചവിട്ടി. അതുപോലെ പിന്നെ എടാ, അപ്പൊ നീ ആകെ രക്ഷപ്പെട്ടല്ലടാ. പിന്നെ കാശിന്റെ പൂക്കാലം അല്ലേ? അതെല്ലേ? എടാ, നീ ഒരു ഉപകാരം ചെയ്യണം. എന്താണ്? നമ്മുടെ ലോലിന് യാതൊരു പണിയില്ലാണ്ട് കിടക്കണ്. നീ അവനൊന്ന് രക്ഷപ്പെടുത്തടാ. അപ്പൊ നിങ്ങക്ക് രക്ഷപ്പെടണ്ടേ? വേണ്ടതേ, അവൻ രക്ഷപ്പെട്ടാൽ അവന്റെ ചെലവിൽ ഞങ്ങൾക്ക് ജീവിക്കാമല്ലോ. അത് മതി. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഞാൻ അവനുള്ള വിസയായിട്ടാണ് വന്നേക്കണത്. അതെല്ലേ? പക്ഷേ അവന് ഈ പാടത്തൊന്നും പണിക്ക് വരുമെന്ന് എനിക്ക് തോന്നണല്ലോ. അതെന്താണ്? ഇവിടെ പെണ്ണുങ്ങളുടെ പുറകെ കിടക്കണ അവൻ എങ്ങനെയാ പാടത്ത് വന്ന് പണിയെടുക്കുന്നത്? അതിന് അവിടെ പെണ്ണുങ്ങളില്ല. അന്നാ അവനൊട്ടും വരൂല. അല്ല, അവിടെ പെണ്ണുങ്ങളുണ്ട്. പക്ഷെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പടതയിട്ട് മൂടിക്കുന്ന നടക്കണത്. മനസ്സിലായില്ലേ? ഒരു കറുത്ത തുണിയിട്ട് ഇങ്ങനെ മൂടൂലേ? ഓ, പറുത. അത് തന്നെ, അത് തന്നെ പറഞ്ഞു വന്നപ്പോ രണ്ടും ഒക്കെയാ. പക്ഷെ അവൻ എന്തായാലും പാടത്തൊന്നും കഷ്ടപ്പെട്ട് പണിയെടുക്കൂലടാ. പാടത്തെടുക്കൂലേ? ഇല്ല. വേണ്ട, പാടത്തെടുക്കണ്ട. കിണറുണ്ടല്ലോ, എണ്ണക്കിണർ. എണ്ണക്കിണറോ? അതായത് എണ്ണക്കിണറ്റിൽ ഇങ്ങനെ കപ്പിയിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് കുളത്തിൽ ഒഴിച്ചിട്ട് നേരെ കൊണ്ട് ടാങ്കിൽ ഒഴിക്കുക. അതെല്ലേ? അത് ചെയ്യാലോ. അത് എന്നാ പിന്നെ അവനെ വിളിക്ക്. എന്തൊക്കെയായാലും അവനെ കൊണ്ട് നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഓക്കെ, വാ, അവൻ വിളിക്ക്. ലോലോ, ലോലാ, ലൊല്ലലോ. ഏത് കാലന്മാരാടത്? ആഹാ, നിങ്ങളായിരുന്നല്ലേ? ഏതാടാ ഈ പുതിയ ജന്തു? നോ 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 നോ, ജന്തുവല്ല, ബന്ധു. അതായത് ഷെയ്ഖ് മുഹമ്മദ് റസാഖ് സുഖു, ഷെയ്ഖ് അബ്ദുള്ള റസാഖ് സുഖു. ചേച്ചി, നമ്മുടെ വേലാച്ചേട്ടൻ അവൻ സുഖുവാണെന്ന്. ആഹാ, ഇവനായിരുന്നു അത്. അതെ. ചേച്ചി, ലോലൻ എന്തിയേ? ദേ, അവന്റെ കാര്യം എന്നോട് മിണ്ടി പോകരുത്. ഒരാഴ്ച എന്നോട് വഴക്കിട്ട് ഇവിടുന്ന് പോയിരിക്കുക. ഇനി ജോലി കിട്ടിയിട്ടേ തിരിച്ചു വരുന്നു പറഞ്ഞു പോയിരിക്കുക അവിടുന്ന്. എന്റെ പൊന്നു ചേച്ചി, സുഖു ലോലൻ ഒരു വിസയായിട്ടാ വന്നിരിക്കുന്നത്. അതെ, 40,000 രൂപ ദുബായില്. എന്റെ ദൈവമേ, ഒരു നല്ല കാര്യം വന്നപ്പോ അവനിങ്ങനെ ചെയ്തല്ലോ. അവനിന്നെ എവിടെ പോയി കണ്ടുപിടിക്കും? എന്റെ മക്കളെ, നിങ്ങൾ എങ്ങനെയെങ്കിലും അവനൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഒരു പണിയാ, നമുക്ക് ലോലിനെ പോയി തിരക്കാലോ. ഞങ്ങളൊന്ന് പോയി അന്വേഷിച്ചു. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നേരം വെളുത്തപ്പോ തൊട്ട് എന്നെ വിളിച്ചോണ്ട് നടക്കണല്ലേ? എടാ, ഞാനിവിടുന്ന് എന്റെ ഫ്ലൈറ്റ് 27 ഫ്ലൈറ്റ് പോകും. പോട്ടേന്ന് പറഞ്ഞ അങ്ങനെ ശരിയാണ്. ഞാനിവിടുന്ന് ചെന്നില്ലെങ്കിൽ എണ്ണപ്പാടം കവിഞ്ഞൊഴുകി എണ്ണപ്പൊക്കം ഉണ്ടാവും. എണ്ണപ്പൊക്കോ? വെള്ളപ്പൊക്കം കേരളത്തിൽ, ദുബായിൽ എണ്ണപ്പൊക്കം. മനസ്സിലായ? ചേട്ടനൊന്ന് ചുമ്മാ നടന്നേ. നമുക്ക് ആ ലോലിനെ എവിടെയെന്ന് കണ്ടുപിടിച്ചാ മതി. ഈ പുള്ളിക്കാരനോട് ചോദിക്കാം. ഹലോ ചേട്ടാ, നമ്മുടെ ഈ ലോലൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും കണ്ട? ലോലനോ? ലോലനത് ആ പുതിയ ബിൽഡിംഗ് പണിയുന്ന സൈറ്റിലുണ്ട്. അതെ, ലോലനല്ലേ ആള്? എന്നാൽ അവൻ സൂപ്പർവൈസർ ആയിരിക്കും. എന്ത് വൈസറായാലും പെട്ടെന്ന് വാ, പോക്ക. ഇവിടെ പൂച്ച വെറ്റി കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അവിടെ എവിടെയെങ്കിലും നോക്കുന്നേ. അയ്യോ, ദേ ലോലൻ. ഇത് നമ്മുടെ ലോലനല്ലേ? ലോല, ഇത് എന്ത് കോലോടാ? ഇതും ഒരു കോലമാടാ. ഞാൻ അമ്മയോട് സത്യം ചെയ്തിട്ട് ഇറങ്ങിയതാ. ഒരു പണി കിട്ടിയിട്ട് ആ പണി കയറുള്ളൂന്ന്. ഇപ്പൊ പണിക്ക് വന്ന നീ ഇപ്പൊ നല്ല പൊസിഷനിലാണല്ലേ? ഇവിടെ എന്നെ കൊണ്ട് അവരെല്ലാ പണിയും ചെയ്യിച്ചു. എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ. അപ്പോഴവരെന്റെ അടുത്ത് പറഞ്ഞു പൊയ്ക്കോളാൻ. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടായി, എന്റെ ആരോഗ്യത്തിന് പറ്റിയ എന്തെങ്കിലും ഒരു പണി തരാൻ. ആ പണി ഇങ്ങനെ ഒരു കെണി ആവൂന്ന് ഞാൻ ഓർത്തില്ല. കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ എന്താ മോനയച്ച പ്രശ്നം? ആ ഷാപ്പിലിട്ട് മത്തായി എന്നെ തല്ലി. ഞാൻ വഴിവാൾ വാസനും കൊട്ടേഷൻ കുട്ടപ്പിനും കൊട്ടേഷൻ കൊടുക്കാൻ പോവാ. ഇന്ന് അവനോട്ടൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ.
മോനായി ചേട്ടാ, നമ്മൾ ആരും തിരിച്ച് തല്ലരുത്, എല്ലാരും സ്നേഹിക്കണം. അപ്പൊ ആരും നമ്മളെ തല്ലത്തില്ല. എന്നിട്ട് നീ ലൗലിയെ സ്നേഹിച്ചാണല്ലോ നിന്റെ നാട്ടുകാർ തല്ലി. ആ സ്നേഹം വേറെ. ഓ, അത് ശരി. സ്നേഹം ആരും തരത്തില്ല, നമ്മൾ പിടിച്ചു മേടിക്കണം. ഇത് കേട്ടോ, എന്നാലും എന്റെ ഷർട്ടിലെ കൈയാവും വലിച്ചീറി കളിയടാ. മോനായി ചേട്ടാ, മോനായി ചേട്ടൻ ഒരു ഗ്ലാസ് കള്ളു കുടിച്ചതിനല്ലേ അവൻ തല്ലിയത്? ദാ, ഇത് 100 രൂപയുണ്ട്. ഇതിനൊരു പൈന്റ് മേടിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ അടിക്കണം. എന്നിട്ട് ആ സ്നേഹം മത്തായിരി എന്ന് പിടിച്ചു മേടിക്കേ. കുളിരിനോ ചേട്ടന് ഓടക്കുഴൽ വായിക്കാൻ അറിയില്ലേ? പിന്നെ ഞാൻ അതും കൊണ്ടല്ലേ നടക്കുന്നത്. ഏത് രാഗത്തിൽ വേണം? അടിപൊളി, സൂപ്പർ. ഞാൻ ഗിറ്റാർ വായിച്ചു പാടുന്നതാണോ ഓടക്കുഴൽ വായിക്കുന്നതാണോ കുട്ടിക്ക് ഇഷ്ടം? അതെ അതെ, ഓടക്കുഴൽ വായിക്കുന്നതാ ഇഷ്ടം. ആഹാ, അതെന്താ? അതാവുമ്പോ ഏതെങ്കിലും ഒന്ന് സഹിച്ചാ പോരെ. Bloody fool. നീ എന്നെ പിള്ളേരല്ലടാ. എന്താ? മത്തായി എന്നെ തല്ലിയടാ. ഇത് കേട്ടോ, എന്റെ ഷർട്ടിലെ കൈയാവും വലിച്ചു കയറി. അയ്യോ, അതെന്തിനാ മോനായി? നിനക്ക് സ്നേഹിക്കാൻ വേണ്ടി പൈന്റിന്റെ കാശും തന്നല്ലേ ഞാൻ വിട്ടത്? ഞങ്ങൾ അവിടെ ചെന്നൊരു പൈന്റ് വാങ്ങി, അതടിച്ച് തീർത്ത് ഞാൻ അവന്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ തുടങ്ങിയതാ. പിന്നെന്തിനാ മറ്റേ കൈയും കൂടെ അവൻ വലിച്ചു കയറിയത്? ഒരു പൈന്റ് അടിച്ചിട്ട് ഞങ്ങൾക്കൊന്നും ആയില്ല. അതുകൊണ്ട് ഒരു പൈന്റ് കൂടെ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് എന്റെ ഷർട്ടിന്റെ ബാക്കി ഉണ്ടായിരുന്ന കൈയും വലിച്ചു കയറി നിലത്തിട്ട് ചവിട്ടി. കാശുണ്ടോ ഒരു 100 രൂപ? എന്തിനാ? അല്ല, അവന്റെ കുറച്ച് സ്നേഹം കൂടെ പിടിച്ചു വാങ്ങിക്കാനുണ്ടായിരുന്നേ. എന്റെ ഇനി കാശില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് സ്നേഹം പിടിച്ചു വാങ്ങിക്കണം. ഇല്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് എന്റെ സ്നേഹം പിടിച്ചു കാശില്ലെന്നേ. വാങ്ങണം. ശരി, അപ്പൊ പിടിച്ചു വാങ്ങാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ സ്നേഹം അഴിച്ചു വാങ്ങിച്ചോളാം കേട്ടോ. അപ്പൊ ഓക്കെ. സമാധാനായത്. അതേടാ ലോലപ്പൻ. എടോ, പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആരെങ്കിലും അറിയോ? എന്താ കാര്യം? എന്താ? എടോ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 1000 രൂപ വേണോടോ പോയി. അതിങ്ങി പിന്നെ തന്നാ ഇത് തരാം. ഞങ്ങളെ പലിശക്ക് എടുത്തോണ്ട് വന്നിരിക്കുന്ന. എനിക്കും പലിശയ്ക്ക് മതിയടോ പോയി. ഞങ്ങൾ അയാളുടെ കാല് തിരികെ പിന്നെ ഈ കാശ് കിട്ടിയ അറിയാമോ? എനിക്കൊരിടം തീരുമാനമൊന്നും വയ്യ. പലിശ വേണേ കൊടുക്കാം. ആരാന്ന് വെച്ചാൽ ആളെ പറഞ്ഞ. നമ്മുടെ ഫൽഗുനൻ ചേട്ടൻ. ഫൽഗുനോ? പലിശക്ക് പൈസ കൊടുക്കുന്നേ. അതെവിടെടാ വീട്? സെമിത്തേരി മുക്കി ചെന്ന് ഏത് കൊച്ചുകുട്ടിനോട് ചോദിച്ചാലും മതി, ഫൽഗുനൻ ചേട്ടന്റെ വീട് പറഞ്ഞു തരും. സെമിത്തേരി മുക്ക്? അവിടെ ചെന്ന് ചോദിച്ചാൽ മതി. തരോടോ പോയി. പിന്നെ യാതൊരു പണിയില്ലാതെ തേരാപ്പാര അടക്കുന്ന ഞങ്ങൾക്ക് കാശ്, പിന്നെ നിനക്ക് തരാതിരിക്കോ? പുള്ളിക്ക് പരിചയമൊന്നും വേണ്ട, പുള്ളിക്ക് പലിശ കിട്ടിയാ മതി. ആ, എന്റെ നാമ്പ കിട്ടുകയും ചെയ്യും. അനിയ, സെമിത്തേരി മുക്കുതാണോ? ഈ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഫൽഗുനൻ ചേട്ടന്റെ വീടറിയോ? അറിയാം. ഒന്ന് കാണിച്ചു തരാവോ? ഇവിടെ അടുത്താണോ? പിന്നെ ഒന്ന് വരാവോ? എങ്ങോട്ടാ? നേരെ. ആ, ഇനി എങ്ങോട്ടാ? അങ്ങോട്ട്. അങ്ങോട്ടാണോ? ഇനി എത്തില്ലയോടാ? കുറെ നേരം ആയല്ലോ കറങ്ങുന്നു. ഇനി ഇത്രയും കൂടെ ഉള്ളൂ. ഇതിലെയോ? ആ, എടാ, 10-15 കിലോമീറ്റർ ആയല്ലോ, ഇതുവരെ എത്തിയില്ലേ? ഇനി ആ വളവും കൂടെ തിരിഞ്ഞാ മതി. ആ വളവിൽ. വീടെത്തി. കിലോമീറ്റർ കുറെ ഓടിയാലെന്ത്, പെട്ടെന്ന് വീട് കണ്ടുപിടിച്ചല്ലോ. ഇതാണല്ലേ ഫൽഗുനൻ ചേട്ടന്റെ വീട്? ഇത് ഫൽഗുനൻ ചേട്ടന്റെ വീടല്ല, ഇത് എന്റെ വീടാ. അപ്പൊ ഫൽഗുനൻ ചേട്ടന്റെ വീടോ? എന്നെ സ്കൂട്ടർ കയറ്റിയില്ലേ സെമിത്തേരി മുക്കിലെ തൊട്ടപ്പുറത്തെ വീടാ. ആ മഞ്ഞ പെയിന്റ് അടിച്ച വീടോ? ആ, ബൈ, ടാറ്റാ, താങ്ക് യുടാ. ഹായ് ചേട്ടായിയേ. എന്താണ് രാവിലെ മോള് ഞാൻ ചേട്ടായിയെ എന്താ നോക്കിയിരിക്കുക. കാര്യം? എന്താ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 1000 രൂപ വേണം. പലിശ എത്രയായാലും കുഴപ്പമില്ല. എന്റെ പൊന്നു ലോലോ, ഞാൻ പലരോടും കടം മേടിച്ചിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. എന്തുറപ്പ് തരും? എടാ, ചെക്കോ? ഓ, അതല്ല, ചെക്ക് ലീഫോ ആധാരോ അങ്ങനെ വല്ല ഉണ്ടാ തരാൻ? പൈസ ഞാൻ അപ്പം തരും. 1000 രൂപയ്ക്ക് എന്തോ ഉറപ്പ് തരാനാ ചേട്ടായി? പിന്നെ അന്തസ്സും ആഭിജാത്യമുള്ള കുടുംബത്തിൽ പിറന്ന സൽസ്വഭാവിയും സത്യസന്ധനുമായ ചെറുപ്പക്കാരനെ 1000 രൂപ കൊടുത്തൂടെ? മതി. ആ അന്തസ്സും ആഭിജാത്യവും സത്യസന്ധനുമായ ചെറുപ്പക്കാരന് നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് നീ വിട്. ഞാൻ കാശ് അവന് കൊടുത്തോളാം. വല്ല പണിക്കുമ്പോൾ അപ്പൊ ഈ പറഞ്ഞതൊന്നും എന്റേതല്ലേ? ലോൺ
എന്നോട് മിണ്ടണ്ട. എന്നെ സർക്കസ് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്നെ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയോ? സാം ഇന്നലെ ലീനയെ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയി. രാജേഷ് ഇന്നലെ ജയ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയി. എന്നെ സർക്കസ് കാണിക്കാൻ മാത്രം ആരുമില്ല. നിന്നെ സർക്കസ് കാണിച്ചു തരാൻ ആരുമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ കാണിച്ചു തരാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സർക്കസ് കൊള്ളുകയല്ല. അവിടെ മൃഗങ്ങളൊന്നുമില്ല, ഒക്കെ സെൻസർ ചെയ്തു. പിന്നെ എനിക്ക് നന്നായിട്ട് സർക്കസ് കളിക്കാൻ അറിയാം. ഞാൻ ഇന്നലെ ഒരു സർക്കസ് കളിച്ചു, കണ്ടില്ലല്ലോ? ഞാനേ ഇന്നലെ നമ്മുടെ ഗ്രേസിയുടെ വീട്ടിൽ ഗ്രേസിയെ കാണാൻ പോയി. അല്ല, ഗ്രേസി നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഗ്രേസിയുടെ വീട്ടിന്റെ അടുത്തുള്ള മരത്തിന്റെ മണ്ടയിൽ കയറിയിരുന്നു. അപ്പൊ വഴിക്ക് തലകുത്തി കറങ്ങി 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 പുതക്കോളം താഴെ വന്ന് വീണു. അപ്പൊ ഗ്രേസിയുടെ അപ്പൻ ചോദിക്കുവാ, നീ എന്നതാടാ ഇവിടെ കിടന്ന് സർക്കസ് കളിക്കുന്നതെന്ന്. അപ്പൻ പേടിച്ചു പോയി. അപ്പൊ ഇന്നലെ വന്നെങ്കിൽ കാണാമായിരുന്നില്ലേ? കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലേ അത് പറഞ്ഞാ മതി, ഞാൻ പോവാ. എങ്ങോട്ടാ? എന്റെ വീട്ടിലേക്ക്. ചെല്ല് ചെല്ല്, അവിടെ ആവുമ്പോ ഒരുപാട് മൃഗങ്ങളുണ്ടല്ലോ. ഇവിടെ ഇരിക്കുകയാണോ? അതെന്റെ ഫ്രണ്ടാ. ആണോ? കുറച്ച് നേരത്തെ വരായിരുന്നില്ലേ? അതെന്താ? അവക്ക് കൊരങ്ങനെ കാണണമെന്ന് പറഞ്ഞു ഒരേ വാശി. ആണോ? എന്നിട്ട് കാണിച്ചോ? താൻ ഇപ്പോഴല്ലേ കയറി വരുന്നേ കൊരങ്ങൻ. അത് പോട്ടെ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ? കൊതിയൻ. ഇതല്ല, നീ എങ്ങനെ ഈ പെണ്ണുങ്ങളെയൊക്കെ വല വീഴ്ത്തുന്നത്? ഒന്ന് പറഞ്ഞു തരുമോ? അതിനിച്ചിരി കഴിവൊക്കെ വേണം. ഒന്നാമത്തത് സൗന്ദര്യം വേണം, രണ്ടാമത്തത് പാട്ടറിയണം, പിന്നെ കവിത അറിയണം, പാടാനറിയണം. ചുരുക്കി പറഞ്ഞ ഒരു സർവകലാശാലകനായിരിക്കണം. സർവകലാശാലകനല്ല, സർവകലാ ബല്ലവൻ. ശരി, അതറിയാല്ലേ? എന്നാ പിന്നെ നിന്നെ ഞാൻ പ്രേമത്തിന്റെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരാം. അടിപൊളി, കാണിച്ചോ? അടിപൊളി ചെയ്തോ? മനസമ്മതം തന്നാട്ടെ, മധുരം കിള്ളി തന്നാട്ടെ, മനസ്സിന്റെ പന്തലിലെ വിരുമുകാരി. ഓ, ഏറ്റില്ല, പാട്ടേറ്റില്ല, സാഹിത്യമാവാം. ആയിരം ആയിരം സ്വപ്ന മന്ദാരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂവാടിയാണു നീ. ഒരു ഓമൽ കവിത പോലെ, സുന്ദര സ്വപ്നം പോലെ, അഞ്ചന ശില്പം പോലെയാണ്. എവിടെയെങ്കിലും വന്നിരുന്ന വായിൽ നോക്കാൻ വായി നോക്കി. ലോലോ, അപ്പൊ ഇതാണല്ലേ പാഠം ഒന്ന്. ഹായ് ചിന്നു. ഹായ് ലോണ്ണ. ഞാനും വരുന്നു. ചിന്നു അങ്ങോട്ടാ? ഞാനേ മാർക്കറ്റിൽ നിന്ന് അരി സാധനങ്ങളും മേടിച്ച് വീട്ടിലെത്തിക്കണം. അതിന്റെ ഇടയ്ക്ക് എന്റെ കൂട്ടുകാരിയുടെ ഫോൺ. അവള് പനി പിടിച്ച ആശുപത്രിയില്ല. ലോണിനെ കണ്ടത് നന്നായി. ഈ അരി സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിക്കോ. എന്ത് സാധനം? അരി സാധനം. എന്തൊക്കെ വാങ്ങണ്ടേ? ഇന്ന ലിസ്റ്റ്. ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിച്ച എനിക്ക് എന്തോ തരും? ലോണിന് എന്ത് ചോദിച്ചാലും ഞാൻ തരും. എന്ത് ചോദിച്ചാലും തരുവോ? തരും. എങ്കിൽ ചാവൂ തരുവോ? ചാവോ? അതെന്ത് സാധനം? ഈ ബുദ്ധൂസിനൊന്നും അറിയില്ല. ഗേൾസ് ബോയ്സിനോട് ചോദിക്കാറുള്ളതാ. ചാവോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ക്ലൂതാ. ഒരു ക്ലൂ തരാം. ചക്കര. ബാക്കി ചിന്നു ഊഹിച്ചെടുത്തോ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇത് പറയാനാണല്ലോ ഇത്ര വളച്ചു കിട്ടിയത്. ലോണിന് ഈ സാധനമൊക്കെ മേടിച്ചു കൊടുത്താ ഉറപ്പായിട്ട് ഞാൻ ലോണിന് പറഞ്ഞ സാധനം തരും. എന്നാ റെഡി. ഞാൻ ഇപ്പൊ തന്നെ സാധനങ്ങൾ മേടിച്ച് വീട്ടിലെത്തും. ചൂടോടെ വെച്ചേക്ക്. ബൈ. ലിസ്റ്റിലുള്ള മുഴുവൻ സാധനവും ഉണ്ട്. ലോണിനോട് ആരാ പറഞ്ഞത് ഇതൊക്കെ ചുമന്നോണ്ട് നടന്നു വരാനായിട്ട്? ഓട്ടോയ്ക്ക് വന്നൂടായിരുന്നോ? ലിസ്റ്റിലുള്ള സാധനം മുഴുവൻ വാങ്ങിക്കഴിഞ്ഞപ്പോ ഓട്ടോയ്ക്കുള്ള കാശില്ലാണ്ടായി. പിന്നെ ചിന്നുവിന്റെ കിട്ടാനുള്ള ആവേശത്തിൽ ഞാൻ ഇങ്ങ് നടന്നു. ഒരു മിനിറ്റ് കേട്ടോ, ഞാനിപ്പോ വരാം. മതി. ഇനിയിപ്പോ വൈകാതെ തന്നെ ചിന്നുവിന്റെ ഒരു ചക്കര ഉമ്മ കിട്ടും. എത്ര കാലം കൊണ്ട് ഞാൻ കൊതിക്കുന്നതാ. ലോണ ഒന്ന് കണ്ണു നിറച്ച്. ലോണിലല്ലേ എന്നോട് ചാവ് വേണോന്ന് പറഞ്ഞത്? അത് ചക്കര ഉണ്ടയുടെ കാര്യല്ലേ?